ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ്. നമ്മൾ ഹോണ്ട ആക്റ്റീവ 3G സ്റ്റാർട്ടിങ് കംപ്ലൈൻ്റ് ആയിട്ട് വന്ന വണ്ടിയാണ്. അപ്പോൾ അതിനകത്ത് സംഭവിച്ചിരുന്നത് എന്താ വെച്ചാൽ വണ്ടിയിൽ വെള്ളം കയറിയിരുന്ന വണ്ടി പാർക്ക് ചെയ്ത് പോയ ഭാഗത്ത് വെള്ളം വന്നിട്ട് വണ്ടിയിൽ വെള്ളം കയറിയേക്കായിരുന്നു. വെള്ളം കയറാന്ന് പറഞ്ഞാൽ എഞ്ചിനിൽ വെള്ളം ഉണ്ടായിരുന്നു, ഹെഡിൻ്റെ ഭാഗത്ത് അതിനകത്തേക്ക് വെള്ളം കയറി, എഞ്ചിൻ ഓയിൽ വെള്ളം കയറി, ഗിയർ ബോക്സിൽ വെള്ളത്തിൻ്റെ പ്രസൻസ് ഉണ്ടായിരുന്നു, ക്ലച്ച് ഫുള്ള് വെള്ളത്തിലായിരുന്നു. അപ്പോൾ ഞാൻ ഇതിന് മുമ്പ് അതിൻ്റെ ഒരു വീഡിയോ ഡീറ്റെയിൽസ് അയച്ചിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് ബെൻഡെക്സ് കയറി പിടിച്ചിട്ട് അത് മൊത്തം തുരുമ്പിട്ടൊക്കെ ഇരിക്കുകയായിരുന്നു. അപ്പോൾ നിലവിൽ നമ്മൾ ചെയ്തേക്കണം വർക്ക് എന്ന് പറഞ്ഞാൽ ഒന്ന് നമുക്ക് അതിൻ്റെ എയർ ഫിൽറ്റർ മാറ്റേണ്ടി വന്നു. കാരണം ഞാൻ എയർ ഫിൽറ്ററിനകത്ത് ഫുള്ള് വെള്ളമാണ്. ഈ മൊത്തം വെള്ളം നല്ല രീതിയിൽ വെള്ളം വന്നിട്ട് എയർ ഫിൽറ്ററിൽ വെള്ളം കാർബറേറ്റർ വഴി എഞ്ചിൻ ഹെഡിലേക്ക് എത്തി. വാൽവ് ഓപ്പൺ ആയിട്ട് ഇരുന്നുണ്ടാവും. എല്ലാ സമയത്തും വാൽവ് ലോക്ക് ആവണം. നമ്മൾ അതിനകത്തേക്ക് ചെന്ന് നമ്മൾ കിക്ക് സ്റ്റാർട്ട് ചെയ്യാൻ ശ്രമിക്കുന്ന സമയത്ത് അതിനകത്തേക്ക് വെള്ളം ഇറങ്ങി ചെന്ന് കംപ്രഷൻ വന്നിട്ട് ലോഡായിട്ട് കിക്കർ താഴാത്തൊരു സിറ്റുവേഷൻ കാര്യങ്ങളൊക്കെ വന്നിരുന്നു. അപ്പോൾ നമ്മൾ ചെയ്തേക്കണം എന്ന് പറഞ്ഞാൽ ഒന്ന് എയർ ഫിൽറ്റർ നമ്മൾ മാറ്റിയിട്ടുണ്ട്. കാർബറേറ്റർ അസംബ്ലി ഫുള്ളായിട്ട് അഴിച്ച് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്തിട്ടുണ്ട്. അതിനകത്ത് ഈ ഒരു സ്ലോ ജെറ്റ് ബ്ലോക്കായി പോയി. അതിനകത്ത് നോക്കുമ്പോൾ അറിയാം ഫംഗസ് പോലെ പിടിച്ചിട്ട് അത്യാവശ്യം നല്ല രീതിയിൽ ബ്ലോക്ക് വന്നുണ്ട്. അപ്പോൾ അത് നമ്മളൊന്ന് മാറ്റിയിട്ടുണ്ട്. പിന്നെ കാർബറേറ്റർ ക്ലീനർ വെച്ചിട്ട് നല്ല രീതിയിൽ ക്ലീൻ ചെയ്തു. കാരണം ഞാൻ അതല്ലെങ്കിൽ ഈ വെള്ളത്തിൻ്റെ പ്രസൻസ് ഉള്ളത് കൊണ്ട് തന്നെ ഈ അലുമിനിയം ബോഡിയാണ് കാർബറേറ്റർ. അപ്പോൾ അതിനകത്തൊരു ഫംഗസ് പോലെ വരും, വീണ്ടും സെയിം പ്രോബ്ലംസ് വരും. ഇപ്പോൾ തന്നെ ഓൾറെഡി നമുക്ക് ആ ഫ്ലോട്ട് വാൽവിൻ്റെ ഭാഗത്ത്, അതായത് ഓവർഫ്ലോ നീഡിലിൻ്റെ ഭാഗത്ത് ചെറിയൊരു ഡാമേജ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഓവർഫ്ലോ ചിലപ്പോൾ ഒരു പക്ഷേ പ്രതീക്ഷിക്കാം. നമുക്ക് മാക്സിമം ക്ലീൻ ചെയ്തിട്ടുണ്ട്. ഓവർഫ്ലോ കംപ്ലയിൻറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് വേറെ ഓപ്ഷനൊന്നുമില്ല. കാരണം ഞാൻ കാർബറേറ്റർ മാറ്റേണ്ടി വരും. കാരണം അത് വന്ന് അടയണ ഭാഗത്താണ് ചെറുതായിട്ട് ഇങ്ങനെ ഫംഗസ് പോലെ വന്നിട്ട് അത് പിടിച്ചപ്പോൾ പൊളിഞ്ഞു പോയിട്ടുണ്ട്. മാക്സിമം നമ്മൾ ക്ലീൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ പ്ലഗ് നമ്മൾ നോക്കുമ്പോൾ വലിയ പഴക്കമില്ലാത്ത പ്ലഗ്ഗാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതൊന്ന് ക്ലീൻ ചെയ്ത് ഹീറ്റ് ചെയ്ത് ക്ലീൻ ചെയ്ത് കയറ്റിയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ ക്ലച്ച് ഫുള്ളായിട്ട് അഴിച്ച് ക്ലീൻ ചെയ്ത് ഗ്രീസിങ് നടത്തി റീസെറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് CVT ക്ലച്ച് ആയതുകൊണ്ട് തന്നെ നമ്മളത് ഗ്രീസിങ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ വീലുകളൊക്കെ പോകും. അതുകൊണ്ട് തന്നെ ഫുള്ളായിട്ട് അഴിച്ച് പീസാക്കി ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്തിട്ടുണ്ട്. ഇത്രയും കേസാണ് നമ്മൾ ഈ വണ്ടിയുടെ സ്റ്റാർട്ടിങ് കംപ്ലയിൻറ്റുമായി ബന്ധപ്പെട്ട് ചെയ്തേക്കണം വർക്ക് കേട്ടോ. ഞാനപ്പോൾ അതിൻ്റെ ഒരു എസ്റ്റിമേറ്റ് എമൗണ്ട് ഡീറ്റെയിൽസ് വാട്സാപ്പിലേക്ക് ഒന്ന് സെൻഡ് ചെയ്തിടാം. ബില്ലാകുമ്പോഴത്തേക്കും കോൺടാക്ട് ചെയ്തോളാം കേട്ടോ.